ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. കോവിഡ് മുക്തരാകുന്നവർക്കായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ സ്ഥാപിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ ഡിസംബർ 31 മുൻപ് പൂർത്തിയാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നൈപുണ്യ കർമ്മസേന ഇനി സ്ഥിര സംവിധാനം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി.പി. രാമകൃഷ്ണൻ നിർവഹിച്ചു. സംസ്ഥാനത്തെ ബീച്ചും വെള്ളച്ചാട്ടവുമടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മറ്റന്നാൾ മുതൽ സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും. കേസുകൾ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവച്ച് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വാർത്തകൾ വിശദമായി. കോവിഡ് മുക്തരാകുന്നവരിൽ 10% പേർക്ക് ഗുരുതര അസുഖങ്ങൾ ബാധിക്കുന്നതായി ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ഇവരുടെ ചികിത്സയ്ക്കായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ സ്ഥാപിക്കാൻ ആരോഗ്യവകുപ്പ് മാർഗരേഖ പുറത്തിറക്കി. ടെലിമെഡിസിൻ സൌകര്യമൊരുക്കും. കോവിഡ് മുക്തരാകുന്ന പലർക്കും രോഗലക്ഷണങ്ങൾ നീണ്ടുനിൽക്കുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ചെറുപ്പക്കാർക്ക് പോലും ദീർഘകാലത്തേക്ക് ശ്വാസകോശ പ്രശ്നങ്ങളും മറ്റും കാണുന്നു. 5% പേർ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നു. 10 മുതൽ 15% പേർക്കും സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായി പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ സ്ഥാപിക്കാനുള്ള തീരുമാനം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ക്ലിനിക്കുകൾ തുടങ്ങാനാണ് നിർദ്ദേശം. നിശ്ചിത ദിവസങ്ങളിൽ ഇവിടെ ഡോക്ടർമാരുടെ സേവനം ലഭിക്കും. കോവിഡ് മുക്തർക്ക് മാസത്തിലൊരിക്കൽ ക്ലിനിക്ക് സന്ദർശിച്ച് പരിശോധന നടത്താം. രോഗമുക്തി നേടിയവർ ആവശ്യത്തിന് വിശ്രമിക്കണം. പൂർണ്ണമായും സുഖപ്പെടും വരെ കഠിനമായ ജോലികൾ ചെയ്യരുത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ ഡിസംബർ 31 മുൻപ് പൂർത്തിയാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി അടുത്ത മാസം 11 അവസാനിക്കും. പകർച്ചവ്യാധി പോലുള്ള അപൂർവ സാഹചര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവയ്ക്കാനുള്ള അധികാരം ഉപയോഗപ്പെടുത്തിയാണ് നടപടിയെന്നറിയിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന് കത്ത് നൽകി. അടുത്ത മാസം ആദ്യത്തോടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങും. തദ്ദേശ സ്ഥാപന അധ്യക്ഷ പദവി സംവരണം ഒരാഴ്ചയ്ക്കുള്ളിൽ നിശ്ചയിക്കും. ബൂത്ത് വിഭജനം പൂർത്തിയായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്ലാസ്റ്റിക്, PVC തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനി 2 ദിവസം കൂടി. ഒക്ടോബർ 1 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് പേരുകൾ ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും സ്ഥാനമാറ്റം നടത്തുന്നതിനും lsgelection.kerala.gov.in വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കണം. ശനിയാഴ്ച കൂടി അപേക്ഷ സമർപ്പിക്കാം. പ്രളയകാലത്ത് സേവന സന്നദ്ധരായി രംഗത്തിറങ്ങിയ നൈപുണ്യ കർമ്മസേന സ്ഥിരം സംവിധാനമൊരുക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി.പി. രാമകൃഷ്ണൻ നിർവഹിച്ചു. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പദ്ധതിയെക്കുറിച്ച് മന്ത്രി ആകാശവാണി വാർത്തകളോട്. കേരളത്തിലുണ്ടായ പ്രളയം, പ്രകൃതി ദുരന്തം, ഈ സ്ഥിതിവിശേഷത്തെ തുടർന്നാണ് ITI മേഖലയിൽ ട്രെയിനികളും പരിശീലകരും ഉൾപ്പെടുന്ന നൈപുണ്യ കർമ്മസേനയ്ക്ക് രൂപം നൽകണം എന്നൊരാശയം രൂപപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2018 2019 പ്രളയക്കെടുതി നേരിട്ട ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഹരിത കേരള മിഷന്റെ സഹകരണത്തോടെ നൈപുണ്യ കർമ്മസേന ആശ്വാസം പകർന്നിട്ടുണ്ട്. ഈ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് 2018 രൂപപ്പെട്ട ഈ ഹരിത കർമ്മസേന ഇതൊരു സ്ഥിരം സംവിധാനമായി നിലനിർത്തണം എന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വയർമാൻ, കാർപ്പന്റർ, വെൽഡർ, റെഫ്രിജറേഷൻ മെക്കാനിക്, ഇലക്ട്രോണിക്സ് മെക്കാനിക് തുടങ്ങിയ ട്രേഡുകളിലെല്ലാം പരിശീലനം നേടിയവരാണ് ഈ കർമ്മസേനയിൽ രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് കൂടുതൽ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. നൈപുണ്യ കർമ്മസേനയിൽ അംഗങ്ങളായ വിദ്യാർത്ഥികൾ, അധ്യാപകർ അവരെല്ലാം ഈ സാമൂഹ്യ സേവന സന്നദ്ധതയോടുകൂടി പ്രവർത്തിക്കാൻ സന്നദ്ധമായിട്ടുണ്ട്. ഈ നൈപുണ്യ കർമ്മസേനയ്ക്ക് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ആവശ്യമായ പിന്തുണയും സഹകരണവും നൽകണമെന്ന് തൊഴിൽ വകുപ്പിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. അഭിവാദനങ്ങൾ. സംസ്ഥാനത്തെ 11 ITIകളെ ഹരിത ക്യാമ്പസുകളായും മന്ത്രി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ ബീച്ചും വെള്ളച്ചാട്ടവുമടക്കമുള്ള കേന്ദ്രങ്ങൾ മറ്റന്നാൾ മുതൽ സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും. കേരള ടൂറിസത്തിന്റെ മടങ്ങിവരവ് പ്രഖ്യാപിച്ച് 19 മുതൽ സംസ്ഥാനത്തെ 114 ടൂറിസം സഞ്ചാര കേന്ദ്രം തുറന്നിരുന്നു. രണ്ടാം ഘട്ടമായാണ് 46 കേന്ദ്രം കൂടി തുറക്കുന്നത്. ഒരു സമയം ഓരോ കേന്ദ്രത്തിലും പരമാവധി അനുവദിക്കാവുന്ന ആളുകളുടെ എണ്ണവും നിജപ്പെടുത്തി.
തിരുവനന്തപുരം ടെക്നോ പാർക്ക് മൂന്നാം ഘട്ട വികസനത്തിന് സുപ്രീംകോടതിയുടെ അനുമതി ലഭിച്ചത് സർക്കാരിന്റെ വികസന നയങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഐടി മേഖലയുടെ ഉത്തേജനത്തിന് പ്രഥമ പരിഗണനയാണ് സർക്കാർ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മൂന്നാം ഘട്ട വികസനത്തിനായി 19.75 ഏക്കർ ഏറ്റെടുക്കുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജിയാണ് കഴിഞ്ഞ ദിവസം കോടതി തള്ളിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. രാജ്യത്തെ രോഗമുക്തി നിരക്ക് 91.15%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 48,648 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിൽ 5,94,386 പേർ ചികിത്സയിലുണ്ട്. ഇന്നലെ 563 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 1,21,000 കവിഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്നലെ 1,439 പേർക്കെതിരെ കേസെടുത്തു. 504 പേർ അറസ്റ്റിലായി. 44 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 8,036 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് 2 കേസെടുത്തു. കോവിഡ് കാലത്ത് പുറത്തിറങ്ങുന്നവർ വീടുകളിൽ പ്രായമായവരും കുട്ടികളും ഉണ്ടെന്നുള്ള കരുതൽ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണമെന്ന് ചലച്ചിത്ര താരം ആസിഫ് അലി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ആദ്യം നമ്മളൊരു വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലോക്ക്ഡൌണും റെഗുലേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കുറച്ച് ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ നമുക്ക് വാർത്തയിലൂടെയൊക്കെ ആണ് അറിഞ്ഞിരുന്നത് കുറെ ആളുകൾക്ക് കോവിഡ് ഉണ്ടായിരുന്നു, ഇന്ന് തലപ്പുണ്ടായിരുന്നു എന്നൊക്കെ. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ആളുകൾക്കും നമ്മുടെ അടുത്തുള്ള ആളുകൾക്കും ഒക്കെ വന്നു, നമ്മൾ പലർക്കും വന്നു പോയി എന്ന് പറയുന്നു. നമ്മളെല്ലാവരും തന്നെ ഒരു പ്രാവശ്യം കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളവരായി മാറുന്നു എന്നൊക്കെ പറയുന്ന ഒരു സാധാരണമായ കാര്യം എന്ന പോലെ രീതിയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. ഇനിയിപ്പോ ക്രിസ്മസും ഇലക്ഷനും അങ്ങനെയുള്ള ഒരുപാട് നമ്മളത് കൂട്ടം കൂടാൻ സാധ്യതയുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കിത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തു പോകുന്നവർ വളരെയധികം സൂക്ഷിക്കണം. നമ്മുടെ വീട്ടില് പ്രായമായ ആളുകളും കുട്ടികളും ഉള്ളത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഒരുപക്ഷെ നമുക്ക് ദൈവം സഹായിച്ചൊരു വലിയ ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ ആരോഗ്യ പ്രശ്നമുള്ള ഒരു കുറെ പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ കരുതലെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്വർണ്ണക്കടത്തു കേസിൽ ഒരു ഉദ്യോഗസ്ഥന്റെ തലയിൽ എല്ലാം കെട്ടിവച്ച് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്കെതിരെയുള്ള യുദ്ധം UDF മുന്നോട്ട് കൊണ്ടുപോകുമെന്നും സർക്കാരിന്റെയും CPMന്റെയും സമ്പൂർണ്ണ തകർച്ചയാണ് സംഭവിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. മുൻ IT സെക്രട്ടറി M. ശിവശങ്കറിന്റെ അറസ്റ്റിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണം പരിഹാസ്യമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മുഖ്യമന്ത്രി ജനങ്ങളോട് കള്ളം പറയുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നോക്ക സംവരണത്തെ ചിലർ തെറ്റിദ്ധരിപ്പിക്കും വിധം പ്രചരിപ്പിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മുന്നോക്ക സംവരണത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തിരുത്തും. സാമ്പത്തിക സംവരണത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന മുസ്ലിം ലീഗ് മലക്കം മറിഞ്ഞെന്നും കോടിയേരി ലേഖനത്തിൽ വിമർശിച്ചു. ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റ് കേരളത്തിലെ LDF സർക്കാരിനെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ലെന്നും കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ബിനീഷിന്റെ അറസ്റ്റ് ലഹരിമരുന്ന് കേസിലല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാന ഭരണം കൊള്ളക്കാരുടെ സങ്കേതമായിരിക്കുകയാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ MP കണ്ണൂരിൽ ആരോപിച്ചു. UDF ജില്ലാ കമ്മിറ്റി കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊല്ലം ഉളിയകോവിലിൽ വീട്ടിൽ നിന്നുള്ള മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിന്ന തർക്കം യുവതിയുടെ കൊലപാതകത്തിൽ കലാശിച്ചു. ഉളിയകോവിൽ പഴയം സ്വദേശിനി അഭിരാമിയെ അയൽവാസിയായ ഉമേഷ് ബാബുവാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. യുവതിയുടെ അമ്മ ലീനയ്ക്കും പരിക്കേറ്റു. ഇന്നലെ രാത്രി 11:15 സംഭവം. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് മുക്തരാകുന്നവർക്കായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ സ്ഥാപിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ ഡിസംബർ 31 മുൻപ് പൂർത്തിയാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നൈപുണ്യ കർമ്മസേന ഇനി സ്ഥിര സംവിധാനം. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിച്ചു. സംസ്ഥാനത്തെ ബീച്ചും വെള്ളച്ചാട്ടവും അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മറ്റന്നാൾ മുതൽ സഞ്ചാരികൾക്കായി തുറന്നുകൊടുക്കും. കേസുകൾ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവച്ച് രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.